Hello everyone, welcome back to our UGC Net online course. So, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ യൂണിറ്റ് 2 ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ആ ഒരു യൂണിറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ്ലി ഉള്ള 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഡിസ്കഷനായിട്ട്. So from this slide onwards, we are going to discuss the previous questions of topic 2 of unit 2, that is data representation. So first question from this topic 2 is like how many bit strings of length 10 either start with a 1 bit or end with 2 0 bits. Options 320, 480, 640, 728. So question എന്താ ചോദിച്ചിരിക്കുന്നത് how many bit strength of length 10. So length and the total length എന്ന് പറയുന്നത് 10 ആയിരിക്കണം and it should start with 1 bit or end with 0 bits or ആണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. സോ ആദ്യം നമുക്ക് സ്റ്റാർട്ട് വിത്ത് 1 ബിറ്റ് അത് എത്ര ഉണ്ടെന്ന് നോക്കാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബിറ്റ് സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 10 ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 1. സോ ഇനീഷ്യലി ഒരു 1 ഉണ്ടായിരിക്കും, ബാലൻസ് 9 ബ്ലാങ്ക് സ്പേസസ് ആയിരിക്കും. That is represented in this slide 1 dash 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 up to 9 dashes. Now ഇതിനകത്ത് 9 empty spacesഉം 1 used space ആണ് ഉള്ളത്. So we have 2 raised to 9 combination which is equal to 512. ഇനി അടുത്തത് number of bit strings of length 10 that end with 0 0. So 8 blank spacesഉം എൻഡിൽ 2 0യും. സോ ഇവിടെ എന്ന് പറയുമ്പോൾ 8 അൺയൂസ്ഡ് സ്പേസസ് ആണുള്ളത്. സോ 2 raised to 8 വിച്ച് ഇസ് ഈക്വൽ ടു 256 കോമ്പിനേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. നൗ ഇത് രണ്ടിൻ്റെയും ആൻഡ് ഓപ്പറേഷൻ എടുക്കും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് 10 bit string ദാറ്റ് സ്റ്റാർട്ട് വിത്ത് 1 ആൻഡ് എൻഡ് വിത്ത് 0 0. ദാറ്റ് ഈസ് 1 ഡാഷ് 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 അപ് ടു 7 dashes ആൻഡ് 0 0. സോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 raised to 7 വിച്ച് ഇസ് ഈക്വൽ ടു 128 കിട്ടും. ബിക്കോസ് 3 ബിറ്റ്സ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് 7 ബിറ്റ്സ് ആണ് അൺയൂസ്ഡ് ആയിട്ടുള്ളത്. നൗ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്തുവാണ്? ഓർ ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഇസ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് 1 ബിറ്റ് ഓർ എൻഡ് വിത്ത് 2 0 ബിറ്റ്സ്. സോ എ യൂണിയൻ ബി ആണ് നമുക്ക് വേണ്ടത്. ബൈ യൂസിങ് സബ്സ്ട്രാക്ഷൻ റൂൾ വി നോ ദാറ്റ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. സോ വി ഹാവ് എ ബി ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. സോ using that we can get the value of A union B and which is equal to 512 plus 256 minus 128 is equal to 640. So option C 640 is the right answer. Now next question. Question number 8. Consider the equation 146 to the base B plus 313 to the base B minus 2 is equal to 246 to the base 8. Which of the following is the value of B? സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം, അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് മെത്തേഡാണ് ഈ ഒരു സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ കറസ്പോണ്ടിങ് ബി വാല്യൂസ് ഇത് ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കും. സോ 146 ബി പ്ലസ് 313 ബി മൈനസ് 2 ഇസ് ഈക്വൽ ടു 246 8 ടു ദ ബേസ് 8 എന്ന് പറയുമ്പോൾ ഒക്ടൽ ബേസ്. നൗ നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് നമ്മൾ മുൻപ് നോക്കിയിട്ടുള്ളതാണ്. റിവേഴ്സ് ഓർഡറിൽ 0 1 2 എന്ന് പറഞ്ഞ് നമ്പർ ചെയ്യുക. ദെൻ അതിൻ്റെ പവർ യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. ദാറ്റ് ഈസ് 1 ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ബി റേസ് ടു 1 പ്ലസ് 6 ഇൻറ്റു ബി റേസ് ടു 0 പ്ലസ് അടുത്ത 313 നോക്കാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു ബി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 2 പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 8 പ്ലസ് 6. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് 4b സ്ക്വയർ മൈനസ് 7b മൈനസ് 147 ഇസ് ഈക്വൽ ടു 0. ഇനി ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇതാണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഓപ്ഷൻ വാല്യൂ നമ്മൾ ബിയുടെ പ്ലേസിൽ പുട്ട് ചെയ്ത് നോക്കുക. സോ പുട്ട് ബി ഇസ് ഈക്വൽ ടു 8 ഇനീഷ്യലി. സോ വി വിൽ ഗെറ്റ് 146 8 പ്ലസ് 313 into b minus 2 that is equal to 8 minus 2 6 is equal to 246 of 8. സോ അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ അല്ല. സോ ആ ഓപ്ഷൻ തെറ്റാണ്. നൗ സെക്കൻഡ് ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് പുട്ട് ബി ഇസ് ഈക്വൽ ടു 7. അത് സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ്
166 to the base 10 is equal to 166 to the base 10, that is LHS is equal to RHS. So answer is 7. Next question, given the following equation 142b plus 112b minus 2 is equal to 75.8. Find base b. So ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ സെയിം ഫോമാറ്റ് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിഫറെൻറ്റ് ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി വിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി ആസ് 5. ഇത് സ്റ്റെപ്സ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following binary codes for decimal digits are self-complementing? 8421 code, 2421 code, XS3 code, XS3 gray code. Choose the correct option. A and B, B and C, C and D, and D and A. So, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ബൈനറി കോഡ്സ്? The digital data is represented, stored and transmitted as group of bits, and this group of bits is also called as binary code. So, ഈ ബൈനറി കോഡ് രണ്ട് ടൈപ്പിലാണ് വരുന്നത്, വെയ്റ്റഡ് കോഡ്സ് ആൻഡ് അൺവെയ്റ്റഡ് കോഡ്സ്. സോ ഈ ബൈനറി കോഡിന് പൊസിഷണൽ വെയ്റ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ then it is called weighted code and otherwise it is called unweighted code. ഇനി വെയ്റ്റഡ് കോഡിനെ തന്നെ നമുക്ക് പോസിറ്റീവ്ലി വെയ്റ്റഡ് കോഡ്സ് എന്നും നെഗറ്റീവ്ലി വെയ്റ്റഡ് കോഡ്സ് എന്നും സ്പ്ലിറ്റ് ചെയ്യാം അഗെയിൻ. Now, ഈ ഒരു ടേബിളിൽ നോക്കുകയാണെങ്കിൽ 8421 is a weighted code. It is a positively weighted code. 2421 is positively weighted code. And 84 minus 2 minus 1 code is a negatively weighted code. And XS3 code is unweighted code. Now, ഈ 8421 കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ നോർമൽ ബൈനറി കോഡ് പോലെയാണ്. സോ 0 is 0000 and 1 is 0001, 2 is 0010 up to 9 is 1001. ഇനി 2421 കോഡ് എന്ന് പറയുമ്പോൾ ഈ 2421 അതിൻ്റെ ബേസിസിലായിരിക്കും ബൈനറി വാല്യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് 0 is 0000, 1 is 0001, ദെൻ ചേഞ്ച് വരുന്നത് 5 is 1011. അതായത് ആദ്യത്തെ 2 then 0 then 1 then 1 അങ്ങനെയാണ് വരുന്നത്. സോ ആ ഒരു ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നൗ 84 minus 2 minus 1 is arranged as shown in this table. Then XS3 എന്ന് പറയുമ്പോൾ എന്താണ്, 0 ആണെങ്കിൽ 0യുടെ കൂടെ 3 ആഡ് ചെയ്തിട്ട് 3ൻ്റെ കോഡായിരിക്കും ഇവിടെ എഴുതിയിരിക്കുന്നത്. 0യ്ക്ക് പകരം 3, 1 means 1 plus 3 that is equal to 4. 4ൻ്റെ കോഡാണ് 0100. So that is called XS3 code. So now നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, which of the binary codes for decimal digits are self-complementing? Self-complementing എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? That is, it is nothing but reverse order from starting and last number. അതായത് ഫോർ എക്സാമ്പിൾ 2421 കോഡ് എടുക്കുകയാണെങ്കിൽ 0യുടെ വാല്യൂ 0000. ഇനി 9ൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 0യുടെ വാല്യൂയുടെ ജസ്റ്റ് കോംപ്ലിമെൻറ്റിംഗ് ആയിട്ടുള്ള വാല്യൂ ആണ് വരുന്നത്. ദാറ്റ് ഇസ് 4 ones. ഇനി 1ൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 0001. ഇനി ബാക്ക്വേർഡ് 8ൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് റിവേഴ്സ് ഓഫ് 1, ദാറ്റ് ഇസ് 1110. സോ ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ കോംപ്ലിമെൻറ്റിംഗ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് അതിനാണ് നമ്മൾ സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടേബിളിൽ നിന്ന് വ്യക്തമാണ് 2421ഉം XS3 കോഡുമാണ് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ 2, B and C is the correct answer. So our next subtopic is basic computer organization and design. Question number 11. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ടേബിളിൽ തന്നേക്കുന്നതാണ് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം. വി ഹാവ് ടു മാച്ച് ദ ഐറ്റംസ് ഇൻ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് ഹാവ് ടു ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. സോ ആദ്യം എന്താണ് ഈ ഐസൊലേറ്റഡ് മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്, അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ എന്നുള്ള കാര്യം നോക്കിയിട്ട് നമുക്കിത് മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ആദ്യം എന്താണ് മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ഐസൊലേറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് നോക്കാം. So we know that a CPU needs to communicate with memory and input output devices, and this is done with the help of system bus. ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റം ബസ്സിനെ 3 രീതിയിൽ അലോട്ട് ചെയ്യാൻ പറ്റും by 3 ways. ആദ്യത്തെ എന്ന് പറയുന്നത് സെപ്പറേറ്റ് സെറ്റ് ഓഫ് അഡ്രസ്
control and data bus to input output and memory. So input output devicesനും memory devicesനും ഒരു separate set of address, control and data bus provide ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് ഐസൊലേറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ അഡ്രസ് ബസ്, ഡേറ്റാ ബസ് ആൻഡ് കൺട്രോൾ ബസ് എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും മെമ്മറിക്കും ഇൻപുട്ട് ഔട്ട്പുട്ടിനും. പക്ഷേ അതിൽ നിന്ന് വരുന്ന റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ ലൈൻസ് രണ്ടിനും എന്തായിരിക്കും, സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. സോ ബസ് കോമൺ ആയിരിക്കും, ബട്ട് കൺട്രോൾ ലൈൻസ് ആർ സെപ്പറേറ്റ്. ഇനി മെമ്മറി മാപ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ അഡ്രസ് ബസ്, ഡേറ്റാ ബസ്, കൺട്രോൾ ബസ് അതും കോമൺ ആണ്. പ്ലസ് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റും എന്തായിരിക്കും, കോമൺ ആയിരിക്കും. ദിസ് ലൈൻസ് ആർ ഓൾസോ കോമൺ ടു ദ മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. Now what is input output interface? The method that is used to transfer information between internal storage and external input output devices is known as input output interface. അതായത് ഇൻറ്റേർണൽ ഡിവൈസസും എക്സ്റ്റേർണൽ ഡിവൈസസും തമ്മിലുള്ള എന്തുവാ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ദിസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസസ്. ആൻഡ് ദ CPU is interfaced using a special communication link by the peripherals connected to any computer system. And these communication links are used to resolve the differences between CPU and peripherals. Next is asynchronous data transfer. Asynchronous input-output is a form of input-output processing that allows other devices to do processing before the transmission or data transfer is done. So ഈ asynchronous way of data transfer രണ്ട് രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. We have two methods, that is first one is strop control and then second one is handshaking. In strop control, a strop pulse is supplied by one of the units to other units when the transfer has to occur. So transaction നടക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും ഒരു സ്ട്രോബ് പൾസ് എന്ത് ചെയ്യും, ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലോട്ട് സപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സ്ട്രോബ് കൺട്രോൾ. നൗ ഹാൻഡ് ഷേക്കിംഗ്, this is another commonly used method, and here a control signal that indicates the presence of the data in the bus is transferred. ഇനി റിസീവിംഗ് എൻഡിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ അയച്ചിട്ടായിരിക്കും റിസീവിംഗ് എൻഡിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ദിസ് മെത്തേഡ് ഇസ് കോൾഡ് ഹാൻഡ് ഷേക്കിംഗ്. ദിസ് മെത്തേഡ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ഇസ് സെറ്റ് ടു ബി ഹാൻഡ് ഷേക്കിംഗ്. ഇനി നമുക്കത് മാച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഐസൊലേറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, സെയിം ബസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ബട്ട് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് മെമ്മറി കമ്മ്യൂണിക്കേഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഹിയർ. മെമ്മറി മാപ്ഡ് ആകുമ്പോൾ എന്താണ്, കോമൺ ബസ്സാണ് ആൻഡ് ഓൾസോ common set of control signals for input output and memory communication is used. Then third one is input output interface, and it will resolve the differences in central computer and peripherals. Then finally asynchronous data transfer requires control signal to be transmitted between the communicating units. അവർ തമ്മിൽ control signals transfer ചെയ്യും, like in handshaking, request and acknowledgement signal. അങ്ങനെ കൺട്രോൾ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യും, ദാറ്റ് ഈസ് അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ യൂസസ് എ മെമ്മറി യൂണിറ്റ് ഓഫ് 512K words of 32 bits each. A binary instruction code is stored in one word of the memory. The instruction has 4 parts: an addressing mode field to specify one of the two addressing modes, that is direct and indirect, an operation code, a register code part to specify one of the 256 registers, and an addressing part. How many bits are there in addressing mode part, operation code part, register code part and the address part? Options are 1, 3, 9, 19, 1, 4, 9, 18, 1, 4, 8, 19, 1, 3, 8, 20. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ഗിവൻ മെമ്മറി യൂണിറ്റ് ഇസ് ഈക്വൽ ടു 512K words. സോ 1 word ഇസ് ഈക്വൽ ടു 32 bits എന്നും തന്നിട്ടുണ്ട്. എ ബൈനറി ഇൻസ്ട്രക്ഷൻ കോഡ് ഇസ് സ്റ്റോർഡ് ഇൻ 1 word ഓഫ് ദ മെമ്മറി ആൻഡ് ദിസ് ഇൻസ്ട്രക്ഷൻ ഹാസ് 4 parts. 4 പാർട്സ് ആണുള്ളത്: അഡ്രസ്സിംഗ് മോഡ്, ഓപ്പറേഷൻ കോഡ്, രജിസ്റ്റർ കോഡ് ആൻഡ് അഡ്രസ് പാർട്ട്. സോ ആദ്യം അഡ്രസ്സിംഗ് മോഡ് എത്ര ബിറ്റ് ആണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂഷ്വലി ഓൺലി സിംഗിൾ ബിറ്റ്, ദാറ്റ് ഇസ് ഫോർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇനി അടുത്തത് രജിസ്റ്റർ കോഡ്. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 256 രജിസ്റ്റേഴ്സ് ആണുള്ളത്. സോ
256 is equal to 2 raised to 8. So it requires 8 bits. ഇനി അടുത്തത് അഡ്രസ് പാർട്ട്. നോർമലി നമ്മൾ രജിസ്റ്റർ അഡ്രസ്സും നോട്ട് ചെയ്യും, ബട്ട് ഹിയർ സിൻസ് ദ രജിസ്റ്റേഴ്സ് ആർ ഓൾറെഡി അഡ്രസ്ഡ് ഓൺലി മെമ്മറി നീഡ്സ് ടു ബി അഡ്രസ്ഡ്. സോ അഡ്രസ് പാർട്ടിനകത്ത് നമ്മൾ മെമ്മറിയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. 512K മെമ്മറി ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 512K എന്ന് പറയുമ്പോൾ എന്തുവാണ്? 512 ഇൻറ്റു 1024. 512 can be represented as 2 raised to 9 and 1024 as 2 raised to 10, which is equal to 2 raised to 9 into 2 raised to 10, which is equal to 2 raised to 19. So 19 bits are needed for representing address part. Then finally operation code. Operation code കിട്ടാനായിട്ട് നമുക്ക് ബാക്കിയുള്ള മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ കോഡ് കിട്ടാൻ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ സൈസ് 32 ആണെന്ന് തന്നിട്ടുണ്ട്. 32 ബിറ്റ്സ്, ദാറ്റ് ഇസ് വൺ വേർഡ് ഇസ് ഈക്വൽ ടു 32 ബിറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ സൈസിൽ നിന്നും ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത മൂന്നെണ്ണം മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ സൈസ് മൈനസ് സൈസ് ഓഫ് ഇൻഡയറക്റ്റ് ബിറ്റ് പ്ലസ് സൈസ് ഓഫ് രജിസ്റ്റർ കോഡ് പ്ലസ് സൈസ് ഓഫ് അഡ്രസ് പാർട്ട്, which is equal to 32 minus 1 plus 8 plus 19, which is equal to 4 bits. So നമുക്ക് അഡ്രസ്സിംഗ് മോഡ് 1 ബിറ്റ് ആണെന്ന് കിട്ടി, രജിസ്റ്റർ കോഡ് 8 ബിറ്റ് ആണെന്ന് കിട്ടി, അഡ്രസ് പാർട്ട് 19 ബിറ്റ് ആൻഡ് ഫൈനലി ഓപ്പറേഷൻ കോഡ് 4 ബിറ്റ്സ്. So option 3, 1, 4, 8, 19 is the right answer of this question. So next is ടോപ്പിക് 7 സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി അങ്ങോട്ടുള്ള സ്ലൈഡ്സിൽ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ റിഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ റിസ്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ എ സിംഗിൾ സൈക്കിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ, ബി വേരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻ ഫോമാറ്റ്സ്, സി ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് മാനിപ്പുലേറ്റ്സ് ഓപ്പറാൻഡ്സ് ഇൻ മെമ്മറി, ഡി എഫിഷ്യൻറ്റ് ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻ. Choose the correct characteristics from the options given below. So ഇതിൽ നിന്ന് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ A and D are right. That is, it has RISC has a single cycle instruction execution and also efficient instruction pipeline. നമ്മൾ ഓൾറെഡി റിസ്കിൻ്റെയും സിസ്കിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മുൻപത്തെ വീഡിയോസിൽ നോക്കിയതായിരുന്നു. സോ യു ക്യാൻ റെഫർ ദാറ്റ് വീഡിയോസ് ഫോർ getting a clear information about this. So answer is option 3, that is A and D. Now next question is from addressing modes. So an instruction is stored at location 500 with its address field at location 501. The address field has the value 400. A processor register R1 contains the number 200. Match the addressing mode given below with effective addresses for the given instruction. So list 1 addressing modes list 2 effective address ആണ് തന്നിട്ടുള്ളത്, അത് മാച്ച് ചെയ്യണം. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻ 500 ആൻഡ് അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 501ലാണ് ആൻഡ് അഡ്രസ് ഫീൽഡ് ഹാസ് ദ വാല്യൂ 400. സോ ഡയറക്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 400. പിന്നെ റിലേറ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ മെമ്മറി ലൊക്കേഷൻ പ്ലസ് ഡയറക്റ്റ് അഡ്രസ് വാല്യൂ. സോ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 502 ആണ്. ദാറ്റ് ഈസ് ഇവിടെ ഇൻസ്ട്രക്ഷൻ 500ലും ദെൻ അതിൻ്റെ മെമ്മറി അഡ്രസ്സ് അതിൻ്റെ അഡ്രസ്സ് 501ലും ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ 502ലായിരിക്കും ഒബ്വിയസ്ലി. So next instruction memory location is equal to 502 plus direct address value 400, which is equal to 902 is relative address. Then register indirect address. That question le thanittundu directly. That is, a processor register R1 contains the number 200. So adana register indirect address, which is equal to 200. Then indexed address. Indexed address is equal to register indirect address plus direct address. That is equal to 200 plus 400, which is equal to 600. So the correct match is like direct address is 400, relative address is 902, register indirect address is 200 and indexed address is 600.